ആ ഹലോ. ആ ആ ഇല്ല സർ, ഇല്ല സർ, ഇല്ല 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 ലേറ്റ് ആവില്ല, ലേറ്റ് ആവില്ല. രഞ്ജി, ആ ജോലിയുടെ കാര്യം പറയാൻ മറന്നേക്കല്ലേ. ഒരു ഒരു 5 മിനിറ്റ് ഇപ്പം അയക്കാം. ഓക്കെ 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 സർ. എൻ്റെ ഒരു ഗതികേട്. ഇങ്ങനെ പോയാൽ ഒരു കാലത്തും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. രഞ്ജി, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നൊന്ന് കേട്ടൂടെ? എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൂടെ? അല്ലേലും ഞാനിങ്ങനെ ഓരോന്ന് പറയാന്നല്ലാതെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും എനിക്ക് ആ ജോലി കിട്ടിയേനെ. മുമ്പ് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാല് പിടിക്കേണ്ടായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. നിനക്ക് ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. നിന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്കി ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കണം. നാശം. ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആ ജോലി, അതും കളഞ്ഞു. ഞാൻ ഈ ഒച്ചയിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീയില്ലേ, നീ മാത്രമാണ് ശരിയെന്ന് നീ വിചാരിക്കല കേട്ടാ. പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്നെ എനിക്കറിയാലോ രഞ്ജി. രേഷ്മ, ഞാൻ സംസാരിച്ചിരുന്നു. നീ എന്ത് സംസാരിച്ചു എന്ന് ഞാൻ കേട്ടതാണല്ലോ. അത് എനിക്ക് സെറ്റ് ആവില്ല. ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത സെയിം കമ്പനിയിൽ നീ ഫ്രണ്ട് ഓഫീസിൽ. അതിനെന്താ? അതിനൊന്നുമില്ലേ. ഒരു MBA കാരിയാ നീ എങ്ങനെയാ? ഓ, MBA കാരിയെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു MBA കാരി ചെയ്യുന്ന ജോലിയാണല്ലോ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് എന്താ ചെയ്തെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതൊന്നുമല്ല നിന്റെ പ്രശ്നം. 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ആ ജോലി കയറി കഴിഞ്ഞാൽ നിനക്ക് നാണക്കേടാവും. പിന്നെ എന്ത് പിന്നേന്ന്? അടുത്ത മെയിൻ പ്രശ്നം, ഞാൻ ജോലിക്ക് പോയാൽ നിന്റെയും കുഞ്ഞിന്റെയും കാര്യം ആര് നോക്കും? എന്നാലോ നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കി നടക്കാനും ആവില്ല. നീ എന്താ ഇപ്പൊ പറയുന്നേ? ഞാൻ നിന്റെയും കുഞ്ഞിന്റെയും കാര്യം നോക്കി നടക്കുന്നില്ല എന്നാണോ? എക്സാക്ട്ലി. അതിന് മാത്രം എന്താണ്ടായേ? എന്റെ രഞ്ജി, എത്ര തവണ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു കുഞ്ഞ് വേണ്ട ഞാൻ എത്ര തവണ പറഞ്ഞതാ. നീ കേട്ടോ? ഇല്ലല്ലോ. കുഞ്ഞ് വന്നപ്പോ തൊട്ടുള്ള എന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ? നമുക്ക് മര്യാദക്ക് ഒരു കുടുംബം ഉണ്ടോ? എനിക്കൊരു ജോലി ഉണ്ടോ? മടുത്തു. നീ പോ. ഹലോ സർ. സർ, ഇപ്പം അയക്കാം. സോറി. വർക്കിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്രന്റീസായ 2 പിള്ളേർ വന്നുകൊണ്ട് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റി. എന്നത്തെയും പോലെ പഴയ ചായക്കട, പുതിയ ചായ. ഇനി പറ, എന്താ പറയാണ്ടെന്ന് പറഞ്ഞ? 2 ആഴ്ച എന്ന് പറഞ്ഞു പോയ ആളാ ഇപ്പൊ ദേ ഇവിടെ ഇരിക്കുന്നു. ഇതാണ് പറയാനുള്ളത്? അല്ല. പിന്നെ അല്ല, എന്തായാലും ഇത്ര എമർജൻസി വർക്ക്? അതെന്നത്തെയും പോലെ ഒരു എഡിറ്റോറിയൽ റിപ്പോർട്ട്. ഏതിനെ പറ്റിയാ? ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഇതാണോ ഇത്ര വലിയ കാര്യം? എടോ, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ചെറിയ കാര്യങ്ങളാണെന്ന് വിചാരിക്കല്ലേ. ഹേയ്, അതൊന്നുമില്ല. പിന്നെങ്ങനെ? ചൂടാവല്ലേ? ഇതൊക്കെ ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ബാലവേല, പട്ടിണി, ജോലിയില്ലായ്മ, ഓരോരുത്തരെ കാട്ടിക്കൂടുന്ന ഓരോരോ പ്രാന്ത്. എല്ലാവരുടെയും കണ്ണുകൾ വ്യത്യസ്തല്ലേ. അപ്പോ കാണുന്നത് വ്യത്യസ്തമായിരിക്കുമല്ലോ. അതെ. അപ്പൊ പിന്നെ എന്റെ കാഴ്ചകളും വ്യത്യസ്തമാവണ്ടേ? അത് ശരിയാ. ആ കണ്ണിലൂടെ നോക്കി കാണുന്നോണ്ടാണെന്ന് അറിയില്ല ഇപ്പോ വേറെ രീതിയിലെ കാര്യങ്ങളൊക്കെ ഞാനും നോക്കി കാണുന്നത്. മനസ്സിലായില്ല? അത് പറയാം. അല്ല, എന്തായിരുന്നു റിപ്പോർട്ടിന്റെ സബ്ജക്റ്റ്? ഇതന്നെ. സന്തോഷം. ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. സമാധാനം.
അതെ അതെ. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാലേ, എൻ്റെ മോളെ, നീ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു പോവും. ഒന്നുമില്ല. ഞാൻ ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുമോ? ഡിവോഴ്സോ? ഞെട്ടാൻ മാത്രമൊന്നുമില്ല. നമ്മൾ മുൻപ് സംസാരിച്ച കാര്യമാണല്ലോ. ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയ ആളാകുമ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. എന്നോടോ? ബെസ്റ്റ്. അല്ല, ഇത് ഈ പറയുന്ന പോലെ അത്ര സിമ്പിൾ ആണെന്നാണോ നിന്റെ വിചാരം? എടോ, നിനക്കൊരു കുഞ്ഞില്ലേ? അപ്പൊ അതിന്റെ കാര്യം? എനിക്ക് ഇനിയെങ്കിലും എന്റെ കാര്യം നോക്കണം. എന്നിട്ട് മതി ഏത് കുഞ്ഞിന്റെ കാര്യവും. ഏത് കുഞ്ഞോ? എടോ, നിന്റെ കുഞ്ഞാണ്. ആ ബോധം നിനക്കില്ലേ? നീ നീ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടല്ലേ? കുഞ്ഞിന് വേണ്ടി 4 വർഷം ഞാൻ കളഞ്ഞതല്ലേ? കളയാനോ? അതെ, കളഞ്ഞത് തന്നെ. ഇനി അവനും കളയട്ടെ. അല്ലെങ്കിലും അവനവന്റെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ആയുസ് ഇങ്ങനെ പോകുന്നു മാത്രം. അല്ലെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമുക്കില്ലേ? അത് നമ്മളായിട്ട് എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? ഇതെന്താ സംസാരത്തിലാകെ ഒരു മാറ്റം? ഒരുമാതിരി രാഷ്ട്രീയക്കാരെ പോലെ. ഈ 2 ആഴ്ച കൊണ്ട് വട്ടായോ? ഇപ്പൊ ഇല്ല, ഇങ്ങനെ പോയാൽ വട്ടാവും. ഇപ്പൊ ഞാൻ പറയുന്നത് സ്വബോധത്തോടു കൂടെ തന്നെയാ. എടോ, നീ അവകാശം എന്ന് പറയുന്നില്ലേ? അങ്ങനെ പറയല്ലേ. നിന്റെ ആഗ്രഹം എന്ന് പറ. ഈ പറഞ്ഞത് നിന്റെ ആഗ്രഹം മാത്രമാണ്. അവകാശം വേറെ, ആഗ്രഹം വേറെ. മനസ്സിലായില്ലേ? അതെ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. എൻ്റെ അപ്പൻ പണ്ട് നാട്ടില് തോട്ടത്തിൽ നിറയെ മുരിങ്ങ വെച്ച് പിടിപ്പിച്ചു. അതങ്ങനെ പ്രത്യേകിച്ച് ആരും കൃഷി ചെയ്യാത്തതാ. നാട്ടുകാർ പറഞ്ഞു എൻ്റെ അപ്പന് വട്ടാന്ന്. പക്ഷേ എൻ്റെ അപ്പൻ എന്താ ചെയ്തതെന്നറിയോ? ഈ മുരിങ്ങ കുറച്ച് വലുതാകുമ്പോൾ അതിൻ്റെ ചോട്ടിലെ കുരുമുളക് വെച്ച് പിടിപ്പിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അതേ മുരിങ്ങയിൽ തന്നെ എൻ്റെ അപ്പം കുരുമുളകും പറിച്ചു. പിന്നെ ഈ മുരിങ്ങൊക്കെ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ നാട്ടുകാർക്കപ്പം വെറുതെ കൊടുത്തു. ഈ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്രയല്ലടോ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല. ആ, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ കുടിക്കും, നീ കട്ടൻ ചായ. നീ കുടിക്കും, നീ പാലൊഴിച്ച ചായ. പറഞ്ഞു വരുമ്പോ രണ്ടിന്റെയും കളർ ഒന്ന് തന്നെയാ. പക്ഷേ നിന്റെ ഈ ചായയിൽ പാലൊഴിച്ചുകൊണ്ടാണ് അതിന്റെ യഥാർത്ഥ നിറം ആരും കാണാത്തത്. അതുപോലൊക്കെ തന്നെ ഇതും. അല്ലാണ്ട് ഈ അവകാശം, ഈ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇത്രയും നാളെ സമാധാനിപ്പിച്ചതൊക്കെ വെറുതെ ആയിരുന്നോ? നീ നല്ല കുറച്ച് തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞത്? എടോ, അതൊക്കെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ അതൊക്കെ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങളോ? നിങ്ങൾ ഡിവോഴ്സ്ഡ് അല്ലേ? നിങ്ങൾക്ക് ഇതൊന്നും ബാധകല്ലേ? എൻ്റെ കഥ നിന്നെ പോലെയല്ലല്ലോ. എനിക്ക് കുട്ടികളില്ല. പിന്നെ ഇതൊന്നും അല്ല നമ്മുടെ ഇടയിലെ പ്രശ്നം. എനിക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യായിരുന്നു. ഡോർസ് ആർ ഓപ്പൺ, അറിയാലോ. പക്ഷേ എനിക്കെൻ്റെ ജോലിയാണ് വലുത്, എൻ്റെ പ്രൊഫഷൻ. അതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സായി. അപ്പോൾ എനിക്കെന്താ അങ്ങനെ തീരുമാനിച്ചൂടെ? തീരുമാനിക്കാം. പക്ഷെ ആദ്യം നീ ഡിസ്കസ് ചെയ്യേണ്ടത് നിന്റെ ഭർത്താവിനോടാണ്. പിന്നെ നിന്റെ കുഞ്ഞ്. എടോ, ആ കുഞ്ഞിന്റെ ഭാവി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എടോ, ഈ അവകാശ സംരക്ഷണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഭയങ്കര ഈസിയാ. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഇതൊക്കെ ഒരു ബാലൻസിങ്ങാ. പിന്നെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോലെ നടക്കൂ. അപ്പം നിങ്ങളിപ്പം എന്നോട് ചെയ്യുന്ന പോലെ അല്ലേ? നിങ്ങളും ഞാനൊരു വെളിച്ചം കണ്ടിരുന്നു. നിങ്ങളും കൂടി എണ്ണ ഒഴിച്ചതുകൊണ്ടാണ് അത് ഇതുവരെ കെടാതിരുന്നത്. എന്തായാലും അതിനിപ്പോ ഒരു തീരുമാനമായി. അത് പിന്നെ ആഗ്രഹമായതുകൊണ്ട് അവകാശമാവില്ലല്ലോ, അല്ലേ? ഇപ്പൊ ബാലൻസ് ഉണ്ടായില്ലേ? ഹാവ് ഇറ്റ്.